മരിക്കുക എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും പേടിയുള്ള സംഗതിയാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മരണത്തെ പേടിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ മരണത്തെ നമ്മൾ എങ്ങനെയാണെന്ന് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുക? ഈ മരണപ്പേടി എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക? ഒരു പണ്ഡിതൻ, രോഗശയ്യയിൽ കിടന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ കാണാൻ ചെന്ന ഒരാളുടെ കഥയുണ്ട്. അയാളിങ്ങനെ കാണാൻ പോയിട്ട് ഇയാളിങ്ങനെ മരണത്തിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇയാളെ ഈ കാണാൻ വന്ന ആൾ സമാധാനിപ്പിച്ചു എന്നാണ്. നിങ്ങൾ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്, പ്രയാസപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ സമാധാനിപ്പിച്ചു. അപ്പോൾ ശേഷം ഇത് കേട്ട പണ്ഡിതൻ പറഞ്ഞു എന്നാണ്, ഒരു വിശ്വാസി ഒരു കിണർ കുഴിക്കുന്നവനെ പോലെ ആവണമെന്ന്. ഒരു കിണർ കുഴിക്കുന്നവൻ ഒരുപാട് ദിവസത്തിൻ്റെ പ്രയത്നമാണ്. കുഴിച്ച് ഒരുപാട് ദിവസം കുഴിച്ച് കഴിഞ്ഞാൽ അവസാനം എന്തുണ്ടാവും? ഒരു വലിയ പാറക്കെട്ടുണ്ടാവും. ആ അതിശക്തമായ പാറ ഭേദിച്ചാലാണ് അയാൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അടുക്കുക. ആ പാറ പൊട്ടിക്കൽ കുറച്ചൊരു ദുർഘടം പിടിച്ച പണിയാണ്. പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ്. പിന്നെ അയാൾ അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്തു? ലക്ഷ്യം കണ്ടു. അതേപോലെ ആയിരിക്കണം വിശ്വാസി. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ജീവൻ തന്നവനായ രക്ഷിതാവിനെ മീറ്റ് ചെയ്യുക, ആ ഒരു ലോകം എക്സ്പ്ലോർ ചെയ്യുക. ആ ഒരു ലോകത്ത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കിയിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, അനുഭൂതിജനകമായിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ള അത്രയും വലിയ അനുഗ്രഹങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ലോകത്തിലേക്കുള്ള പോക്കാണ് മരണം. അപ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാം? മരണത്തെ കാണണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞാൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഹു. അതിൻ്റെ ഒരു ബാക്കി കൂടി ഉണ്ട്, മൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഹു. അള്ളാഹുവിനെ കാണുന്നതിന് വെറുത്തവനെ, അള്ളാഹുവിനെ കാണാൻ വെറുക്കുന്ന ഒരാളെ കാണാൻ അള്ളാഹു വെറുക്കുന്നു. നമുക്ക് അള്ളാഹുവിനെ കാണാൻ വെറുപ്പാണെങ്കിൽ നമ്മളെ കാണാൻ അള്ളാഹുവിന് വെറുപ്പായിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീവി തിരിച്ചു ചോദിച്ചു, റസൂലുള്ളാഹി അള്ളാഹുവിനെ കാണാമെന്ന് പറഞ്ഞാൽ മരിക്കാൻ എല്ലാവർക്കും വെറുപ്പ് തന്നെയല്ലേ, എല്ലാവർക്കും പേടി തന്നെയല്ലേ, അപ്പോൾ നമ്മളൊക്കെ അതിൽ പെടുപോകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മരണശയ്യയിൽ കിടക്കുന്ന ഒരു വിശ്വാസിക്ക് മലക്കുകൾ വന്നിട്ട് മരണത്തിന് ശേഷം കിട്ടാൻ പോകുന്ന അനുഭൂതികളെ പറ്റിയും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യത്തെ പറ്റിയും ഒക്കെ വിശദീകരിച്ചു കൊടുക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കും അള്ളാഹുവിനെ കാണാനും അയാളുടെ മനസ്സ് കൊതിക്കുന്നു. വിശ്വാസിയുടെ മനസ്സ് ഇവിടൊക്കെ വിട്ടുപോകുന്ന സ്വത്തിനെക്കുറിച്ചോ വിട്ടുപോകുന്ന മക്കളെക്കുറിച്ചോ നമ്മൾ വിട്ടുപോകുന്ന ഈ നമ്മളെ വീടിനെ കുറിച്ചോ പിന്നെ അയാൾക്ക് ബോധം ഉണ്ടാവില്ല. അയാളെ മൈൻഡ് ആഖിറത്തിലേക്ക് എത്തും. മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അയാൾ പ്രിപ്പയർഡ് ആവും, കുതിക്കുന്നു അള്ളാഹുവിനെ കാണാനും. അതേപോലെ ഇവിടുന്ന് ഉള്ള പ്രയാസങ്ങൾ എല്ലാം നിർത്തി നാളെ പരലോകത്തേക്കുള്ള ആ ഒരു യാത്രക്ക് അയാൾ സജ്ജമാകും. അത് അയാൾ കൊതിക്കും എന്നാണ്. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഇരുന്നാൽ നമുക്കൊരു രോഗം വന്നാലും നമുക്ക് പേടിയുണ്ടാവില്ല, അപ്പുറത്ത് എന്തെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും നമുക്ക് പേടിയുണ്ടാവില്ല. ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും പേടിയുണ്ടാവും. മരിക്കുക എന്നുള്ള സംഗതി, രോഗം വരിക എന്നുള്ള സംഗതി, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരിക എന്നുള്ള സംഗതി എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഈ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി നമ്മൾ ഇരുന്നാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദിക്റുള്ള മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ മുത്തുമഇന്നത്ത് കിട്ടുള്ളൂ. നമ്മൾക്ക് മനസ്സിന് അനുഭൂതി കിട്ടുക, നമ്മളെ മനസ്സിനൊരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടുക എപ്പോഴാണ്? ദിക്റുള്ളയിൽ നിന്ന് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൾട്ടിമേറ്റ്ലി റഹ്മാനാണ്. റഹ്മത്താണ് അവൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അള്ളാഹു നമ്മളെ കൈവിടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും ഉത്തമമായത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഒരുക്കിയ ആ റഹ്മത്തിലേക്കാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പോക്ക് എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നിരാശരാവുന്ന ഒരു അവസ്ഥയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചാൽ എന്ത് ചെയ്യും? മനസ്സിന് ത്വമഇനീനത്ത് കിട്ടും, മനസ്സിന് ശാന്തി കിട്ടും, മനസ്സിന് സലാമത്ത് കിട്ടും എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ലോകത്തേക്ക് എത്താനുള്ള പ്രിപ്പറേഷനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ പ്രിപ്പറേഷൻ മാത്രം ചെയ്താൽ മതി, ബാക്കി അള്ളാഹു നോക്കിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രിപ്പറേഷൻ നല്ല ഭംഗിയായി ചെയ്യാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.